നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഉടുമ്പന്നൂർ കോലോത്ത് തടിമില്ലിൽ വൻ തീപിടുത്തം. ഏകദേശം 35 ലക്ഷം രൂപയുടെ തടിയുരുപ്പിടികൾ കത്തിനശിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന സമര വോളണ്ടിയർ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാച്ച് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിൽ കൂട്ടമായി എത്തിയ കാട്ടാനക്കൂട്ടം ഭീതി പരത്തി. പ്രദേശത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു. പല്ലാരിമംഗലം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതി ലഭിച്ച വീടുപണി പൂർത്തിയാക്കാനാവാതെ പ്രതിസന്ധിയിൽ വിധവയായ വീട്ടമ്മ. വാർത്തകൾ വിശദമായി. ഉടുമ്പന്നൂർ കോലോത്ത് തടിമില്ലിൽ വൻ തീപിടുത്തം. ഏകദേശം 35 ലക്ഷം രൂപയുടെ തടിയുരുപ്പിടികൾ കത്തിനശിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ആദ്യം ഒരു യൂണിറ്റ് എത്തിയെങ്കിലും തീ അണയ്ക്കുക അസാധ്യമായിരുന്നു. പിന്നീട് തൊടുപുഴയിൽ നിന്നും കല്ലൂർക്കാട് നിന്നും ഓരോ യൂണിറ്റ് കൂടി എത്തിയതോടെയാണ് തീ അണച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. ഉടുമ്പന്നൂർ ടൗണിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന 3ഓളം സ്ഥാപനങ്ങൾക്കാണ് തീപിടിച്ചത്. കോലോത്ത് ഫർണിച്ചർ മാർട്ടിനും സമീപമുള്ള ലെയ്ത്ത് വർക്ക്ഷോപ്പിനും ഓയിൽ മില്ലിനുമാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ആദ്യം ഒരു യൂണിറ്റ് എത്തിയെങ്കിലും തീ അണയ്ക്കുക അസാധ്യമായിരുന്നു. തുടർന്ന് തൊടുപുഴയിൽ നിന്നും കല്ലൂർക്കാട് നിന്നും ഓരോ യൂണിറ്റ് കൂടി എത്തി. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കാൻ കഴിഞ്ഞത്. ഫർണിച്ചർ നിർമ്മിക്കുവാൻ എത്തിച്ചിരുന്ന തേക്ക്, ആഞ്ഞിലി, പ്ലാവ് തടികളാണ് കത്തി നശിച്ചത്. കൂടാതെ നിർമ്മാണ സാമഗ്രികളും കത്തി നശിച്ചു. തടി ഉരുപ്പടികൾക്കൊപ്പം സോഫ സെറ്റുകളും നശിച്ചു. 35 ലക്ഷം രൂപയിൽ കൂടുതൽ നഷ്ടമാണ് ഉണ്ടായതെന്ന് കോലോത്ത് ഫർണിച്ചർ ഉടമ സജീവൻ കോലോത്ത് പ്രതികരിച്ചു. കഴിഞ്ഞ ആഴ്ചയും ഇന്നലെയും കൂടി അർത്ഥത്തിനകത്ത് കയറ്റിയത് ഒരു വീടിൻ്റെ കട്ട്ലൈനിൻ്റെ സാധനങ്ങളായിരുന്നു. അത് ഈ മുറിയിലിരിക്കുന്നതിൽ അപ്പുറത്തെ മുറിയില്ല. പിന്നെ അതിനകത്ത് മെഷീന്, മില്ലിൻ്റെ മോട്ടർ, പ്ലെയിനറിൻ്റെ 2 പ്ലെയിനറിൻ്റെ മോട്ടർ, പിന്നെ ജിക്സോയുടെ മോട്ടർ, പിന്നെ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള മറ്റ് ടൂൾസുകളുണ്ട്. പിന്നെ ഗ്രൈൻഡറിങ് മെഷീനുണ്ട്. ഇതിൻ്റെ എല്ലാം മെഷീൻ മോട്ടറുകളും സർവ്വതും കത്തി നശിച്ചു. തടിയുരുപ്പിടികളാണ് കൂടുതൽ പോയത്. പിന്നെ 3 സെറ്റ് അതായത് 5 കട്ടിൽ, അതായത് 6 അടിക്കട്ടിലും 5 അടിക്കട്ടിലുമായിട്ട് 5 പിന്നെ ചെറുതും വലുതായിട്ടുള്ള വേറെ ഇതൊന്നും കൂടാതെ ഇത് ഓർഡറിലുള്ളത്, അതായത് ഓർഡർ തന്നെ 11 ലക്ഷം രൂപയുടെ ഓർഡർ നിലവിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തടിയാണ് ഇന്നലെ കൂടി ലാസ്റ്റ് വന്ന് കയറിയത്. ബാങ്ക് ലോൺ ഒരു 5 ലക്ഷം രൂപയേ ഉള്ളൂ. 5 ലക്ഷം രൂപ ലോണുണ്ട്, അതിനുള്ള ഇൻഷുറൻസേ ഉള്ളൂ. അല്ലാതെ ഇത് എത്ര കിട്ടിയാലും എനിക്കിത് എങ്ങും എത്തിക്കാൻ, ഇനി ഇതിലേക്ക് എത്തി വരാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അങ്ങനെയാണ്. ഈ അവസ്ഥയിലേക്ക് ഇനി കടന്നുപോയ അവസ്ഥയിലേക്ക് ഇനി എത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അവസ്ഥയിലേക്കായി. കാരണം ഇതൊന്നേന്നൊന്നും ഉണ്ടാക്കി വരണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ല, ഇതിനകത്ത് ആൾക്കാർ നോക്കുമ്പോൾ ഇല്ല. പക്ഷെ 35 ലക്ഷം രൂപ ഞാൻ പറഞ്ഞെങ്കിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 35 അല്ല അവിടെ നിന്നൊക്കെ പോകുക. എൻ്റെ ആയുസ് വരെ തീർന്നതാണ്. കാരണം ഇത് തന്നെ ഇതിനകത്ത് തന്നെ 19 വർഷത്തെ പഴക്കം ഇതുണ്ട്. 19 വർഷത്തെ പ്രയത്നമാണ് നിലവിൽ ഈ കാണുന്നതെല്ലാം തട്ടി നശിച്ചു പോയത്. ഉടുമ്പന്നൂരിന് നടുക്കിയ സംഭവമാണ് ഉണ്ടായതെന്നും ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി എന്നും ഉടുമ്പന്നൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അശ്വതി മധു പ്രതികരിച്ചു. ഉടുമ്പന്നൂരിനെ നടുക്കിയ ഒരു വൻ ദുരന്തമാണ് ഇന്നലെ രാത്രി 10:30-ക്ക് ശേഷം ഇവിടെ ഉണ്ടായത്. മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം വർഷങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. ഏതാണ്ട് 10-30 ലക്ഷം രൂപയോളം മുടക്ക് വരുന്ന യന്ത്രസാമഗ്രികളും തടി ഉരുപ്പടികളുമാണ് കത്തി. എന്തായാലും ഫയർഫോഴ്സ് സമയത്ത് എത്തിയതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാം. തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്കും തീ വ്യാപിച്ചുവെങ്കിലും ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഒത്തിരി നഷ്ടം ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ നികത്തും എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പലകുറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും KSEB അധികൃതരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. 2 മണിക്കൂർ പരിശ്രമ ഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചത്. ഓലിയാനിക്കൽ ശശി വക ലൈറ്റ് വർക്ക്ഷോപ്പ്, ബോബിച്ചൻ മൂടൂർ വക ഓയിൽ മിൽ എന്നിവയ്ക്ക് തീ പടരാതെ സംരക്ഷിച്ചതിനാലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞത്.
അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ കെ ജാഫർ ഖാൻ, പി കെ സിജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ഷൌക്കത്ത് അലി ഫവാസ്, ജിജോ ഫിലിപ്പ്, ജോബി കെ ജോർജ്, കെ ഉപാസ്, പി ജി സജീവ്, ഷിബിൻ ഗോപി, എം ഡി ബെന്നി, ജസ്റ്റിൻ ജോയ് ഇല്ലിക്കൽ, ഷാജി പി കെ, വി ആർ വിഷ്ണു, ജി നിതീഷ്, എ അബിൻകുമാർ, എ ബി ബിജു എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന സമര വോളണ്ടിയർമാർക്ക് സ്വീകരണം നൽകി. ചെറുതോണി വ്യാപാരി വ്യവസായ സമിതി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന സമര വോളണ്ടിയർമാരാണ് ചെറുതോണി വ്യാപാര വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. വ്യാപാര വ്യവസായ സമിതി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ BPS ഇബ്രാഹിം കുട്ടി അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡിറ്റാസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ ആകെ ഒന്നിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുകയാണ്. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു ഭക്ഷണം, ഒരു മാർക്കറ്റ്, ഒരു വസ്ത്രം, അങ്ങനെ എല്ലാം നരേന്ദ്രമോദിയും BJPയും നേതൃത്വം നൽകുന്ന RSS നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി അനുസരിച്ച് ആക്കിയെടുക്കുന്ന വലിയ പരിശ്രമം നടത്തുന്നതിനിടയിലാണ് വ്യാപാരികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് നാളെ പോകുന്നത് മനസ്സിലാക്കുന്നത്. ഇവിടെ സായഞ്ചാട്ടം സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഞങ്ങൾ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിക്കുന്നത് ചെറുതോണി ടൗണിൽ ഇപ്പോൾ ആളുകളേ ഇല്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. വാഹനങ്ങളുടെ ഒരു തിരക്ക് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പാർക്കിങ്ങിൽ പോലെ നടക്കാൻ സൗകര്യമില്ല, ആളുകളുടെ സൗകര്യമില്ല, കടക്കാർ വാഹനങ്ങളുടെ ഇട്ടേക്കുന്നതുകൊണ്ട് നടക്കാൻ സൗകര്യമില്ല എന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ആളുകൾ ചെറുതോണിലേക്ക് വരുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. ചെറുതോണിയിൽ തന്നെ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ ചെന്നപ്പോൾ കട്ടപ്പനയുടെ അവസ്ഥയിൽ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. ലെനിൻ എടപ്പറമ്പിൽ, വിൻസെന്റ് കുമ്പാട്, സുശാല ടോമിച്ചൻ, മജീഷ് ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിൽ കൂട്ടമായി എത്തിയ കാട്ടാനക്കൂട്ടം ഭീതി പരത്തി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാനക്കൂട്ടം പകലും തേയിലത്തോട്ടത്തിലൂടെ സ്വൈര്യവിഹാരം നടത്തി. പ്രദേശത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു. വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യവും വർദ്ധിക്കുകയാണ്. തീറ്റ തേടി കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിൽ കൂട്ടമായി എത്തിയ കാട്ടാനക്കൂട്ടം ഭീതി പരത്തി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാനക്കൂട്ടം പകലും തേയിലത്തോട്ടത്തിലൂടെ സ്വൈര്യവിഹാരം നടത്തി. പ്രദേശത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു. നിലവിൽ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. പടയപ്പയും ഒറ്റക്കൊമ്പനും അടക്കമുള്ള ഒറ്റയാന്മാരായിരുന്നു ഇതുവരെ തോട്ടമേഖലയിൽ കൂടുതലായി ഭീതി പരത്തിയിരുന്നത്. ഇതിനൊപ്പമാണിപ്പോൾ വേറെ കാട്ടാനകൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ തൊഴിലാളികൾ ഏറെ ഭയപ്പാടോടെയാണ് തോട്ടങ്ങളിൽ ജോലിക്കിറങ്ങുന്നതും പുറത്തിറങ്ങുന്നതും. പല്ലാരിമംഗലം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നസിയ ഷമീർ അധ്യക്ഷത വഹിച്ചു. പുത്തൻ വീട്ടിൽ ജാസിന്റെ പാടത്താണ് കൊയ്ത്തുത്സവം നടത്തിയത്. കൃഷിഭവനിൽ നിന്നും വിതരണം ചെയ്ത ഉമാ നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ 2024-2025 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷിക്ക് വിത്തും വളവും കൂലിച്ചെലവും കർഷകർക്ക് നൽകി വരുന്നുണ്ട്. ഇതുപ്രകാരം കർഷകനായ പുത്തൻവീട്ടിൽ ജാസിന്റെ പാടശേഖരത്തിലിറക്കിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവമാണ് നടത്തിയത്. കൃഷിഭവനിൽ നിന്നും വിതരണം നടത്തിയ ഉമാ നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. അതിന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ സഹായം നമ്മൾ എടുക്കുന്നുണ്ട്. ഇത്തവണയും ഇവിടെ കൃഷി ഓഫീസറുടെ സഹപാഠി കൂടിയായിട്ടുള്ള മനോജിൻ്റെ നിർദ്ദേശപ്രകാരം കാർഷിക മേഖലയിൽ മികച്ച പദ്ധതികൾക്ക് നമ്മൾ രൂപം കൊടുക്കുകയാണ്. അതിനുള്ള സമയം കൂടിയാണിപ്പോൾ. ഇന്നലെയും വികസന സെമിനാറിൽ മനോജ് പങ്കെടുത്ത് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ്. നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കൂട്ടായ ഒരു പരിശ്രമം നടത്തി നമ്മുടെ പഞ്ചായത്തിനെ ഒരു കാർഷിക മേഖലയായി നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്താം. അങ്ങനെ ഇവിടെ നടക്കുന്ന ഈ കൊയ്ത്തുത്സവം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഉച്ചയോടെ വണ്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൊയ്ത്ത് പുനരാരംഭിക്കാൻ കഴിയും. പഞ്ചായത്തിൽ 70 ഏക്കർ സ്ഥലത്താണ് മുണ്ടകൻ നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. വാർഡ് മെമ്പർ നസിയ ഷമീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ, കൃഷി ഓഫീസർ EM മനോജ്, അസിസ്റ്റന്റുമാരായ ബിനി മക്കാർ, അനിത പി കൃഷ്ണൻകുട്ടി, ശശിധരൻ പിള്ള, TM നൂറുദ്ദീൻ, AS അഷ്റഫ്, MM അബ്ദുൽ കരീം, PP അബ്ദുൽ കലാം, മീരാൻ മൗലവി, ആമിന സുലൈമാൻ, ആസിയ ജാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ശുചീകരണവും ഹരിത ടൗൺ പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാർച്ച് 31 മുമ്പായി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് സുരേഷ് ബാബു പറഞ്ഞു. വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ശുചീകരണവും ഹരിത ടൗൺ പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹരിത കർമ്മസേന, കുടുംബശ്രീ, ആരോഗ്യ വകുപ്പ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടമായി കാളിയാർപാലം മുതൽ കോടിക്കുളം ടൗൺ വരെയുള്ള റോഡിന് ഇരുവശവും മാലിന്യം നീക്കം ചെയ്തു. മാർച്ച് 31 മുമ്പായി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് സുരേഷ് ബാബു പറഞ്ഞു. സംസ്ഥാനമൊട്ടുക്ക് മാർച്ച് 30 മുമ്പ് ഹരിത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് കോടിക്കുളം ഗ്രാമപഞ്ചായത്തും അതിനുള്ള ഒരുക്കത്തിലാണ്. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം ഘട്ടമായിട്ട് പഞ്ചായത്തിനെ ഹരിതമായിട്ട് പ്രഖ്യാപിക്കുകയും ഘടക സ്ഥാപനങ്ങളെയും കുടുംബശ്രീകളെയും എല്ലാം ഹരിതമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. കോടിക്കുളം ടൗൺ അങ്ങ് നമ്മുടെ അതിർത്തി വരെ കാളിയാർ എസ്റ്റേറ്റ് വരെ റോഡിൻ്റെ രണ്ട് സൈഡും വൃത്തിയാക്കിക്കൊണ്ട് പോകുന്ന ഒരു ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് ഇവരെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായികൾ ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ഭംഗിയായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ കോടിക്കുളം പഞ്ചായത്തിൻ്റെ ഓരോ ടൗണുകളും, അതായത് ഞങ്ങൾ 6 ടൗണുകളെയാണ് ശരിക്കും ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കുന്ന ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൂപ്പാറ യൂണിറ്റ് ഉദ്ഘാടനം നടത്തി. സമ്മേളനത്തിന് മുന്നോടിയായി ഹെൽത്ത് കാർഡ് ക്യാമ്പും സംഘടിപ്പിച്ചു. സമ്മേളനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ മുഹമ്മദ് ഷെരീഫ് മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് വനരാജ് കാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൂപ്പാറ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി ദേവികുളം ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആൻമേരി ജോൺസന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പും സംഘടിപ്പിച്ചു. പൂപ്പാറ ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് KHRA ജില്ലാ പ്രസിഡന്റ് MS അജി അധ്യക്ഷത വഹിച്ച സമ്മേളനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഒന്നിച്ച് തരണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തെ പരിഹരിച്ച് ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് പോവുക എന്നുള്ള ചിന്താഗതി, അതാണ് സംഘടനയുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. ട്രഷറർ മുഹമ്മദ് ഷെരീഫ് മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് വനരാജ് കാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ശാന്തൻപാറ CI AC മനോജ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KHRA സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാജി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. പൂപ്പാറ യൂണിറ്റ് കൺവീനർ TM ഹാരിസ്, PT മുരുകൻ, KHRA ഭാരവാഹികളായ KM ജോളി, VK രാജീവ്, K സുനിൽ, CK മായ, PJ ജോസ്, ബിനീഷ്, മായ സുനിൽ, കോർഡിനേറ്റർ PP സലീം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ പൂപ്പാറ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് TK അനീഷ്, സെക്രട്ടറി TM ഹാരിസ്, വനിതാ വിംഗ് പ്രസിഡന്റ് CK മായ, സെക്രട്ടറി ജാസ്മിൻ മാഹിൻ, ട്രഷറർ പ്രീതി അനീഷ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പൂപ്പാറ. RBTയുടെ പക്കൽ നിന്നും വാങ്ങിയ ഭൂമി തന്റേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് തടസ്സം നിൽക്കുന്നതായി പരാതി. വണ്ടിപ്പെരിയാർ ഗ്രാമ്യ എസ്റ്റേറ്റിൽ താമസിക്കുന്ന പരമശിവൻ എന്ന വ്യക്തിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോടതി വിധി ലംഘിച്ചുള്ള പ്രവർത്തനമാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. RBT കമ്പനി ഉടമയായ മണിശർമ്മയിൽ നിന്നും 3 ഏക്കർ സ്ഥലമാണ് പോപ്സ് മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് പരമശിവൻ വാങ്ങിയിരുന്നത്. ഇതിന് കൃത്യമായി രേഖകളും ഉണ്ട്. ഇതോടൊപ്പം കോടതിയിൽ നിന്ന് ലഭിച്ച ഇഞ്ചക്ഷൻ ഓർഡറും നിലനിൽക്കെയാണ് ഇതിനിടയിൽ തങ്ങളുടെ സ്ഥലത്ത് ജോലികൾ ചെയ്യുന്നതിന് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് രംഗത്ത് എത്തിയിരിക്കുന്നതെന്ന് സ്ഥലം ഉടമയായ ഗ്രാമ്പി സ്വദേശി പരമേശ്വരൻ പറയുന്നു. 2021 RBT കമ്പനി മുതലാളി എനിക്ക് കിട്ടേണ്ടിയ അവകാശ പൈസയ്ക്ക് വേണ്ടി അവർക്ക് കമ്പനി അന്നത്തെ നിർവാഹം നടത്താതെ ബുദ്ധിമുട്ടായപ്പം എനിക്ക് ഈ സ്ഥലം 3 ഏക്കർ സ്ഥലം കമ്പനി ഡയറക്ടർ മകൻ മനീഷ് മകൻ ശർമ്മ ഈ സ്ഥലം എഴുതി എനിക്ക് തന്നതാണ്. ആ സ്ഥലത്തിൽ ഞാൻ കൃഷി ചെയ്ത് വരികയായിരുന്നു. 2008 വന്നപ്പോൾ പോപ്സുകാർ ഈ ലേലം പിടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ വേര് പിടിക്കുന്നു, ഇവിടെ വച്ചിൻ്റെ ഏലങ്ങളൊക്കെ പറിച്ച് കളഞ്ഞ് നശിപ്പിച്ചു. അതെ സംബന്ധിച്ച് ഞാൻ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തു. ആ അന്നത്തെ കളക്ടർ ഈ പരാതി അനുസരിച്ച് അവർ എത്ര ഏക്കർ ലേലം പിടിച്ചിട്ടുണ്ടോ അത് അളന്നെടുത്ത് വേലി വെക്കണമെന്ന് പറഞ്ഞ് അവർക്ക് നിർദ്ദേശം കൊടുത്തു. അതും അവർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കോടതിയിൽ കട്ടപ്പന കോടതിയിലിരുന്ന് എനിക്ക്
2023 സ്ഥലം എനിക്ക് വിധിയായി കിട്ടി. 2023 എൻ്റെ വൈഫ് ക്യാൻസർ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ കോളേജിലാണ് കിടപ്പിലായത്. അതുകൊണ്ട് എനിക്ക് അന്നത്തെ സ്ഥിതി അനുസരിച്ച് എനിക്ക് ഇത് തെളിക്കാനോ എടുക്കാനോ പറ്റാതായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞാനിത് കാടൊക്കെ തെളിച്ച് വരികയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് തെളിച്ച് വരുന്നത്. അന്ന് തൊട്ട് ഈ ഓപ്ഷൻ കമ്പനിയിൽ പ്രസാദ് എന്ന് പറയുന്ന ആൾക്ക് അവൻ കളവായിട്ട് പേപ്പറുകൾ എല്ലാം കൊണ്ടുവന്നിട്ട് ഇത് കമ്പനി സ്ഥലമാണെന്ന് പറഞ്ഞാണ് ഇവിടുത്തെ വാച്ചറും മാനേജർമാരൊക്കെ കൊണ്ടുവന്ന് എന്നെ തടയും, എന്നെ ഊത്തറിക്കും, അനാവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ அதை സംബന്ധിച്ച് ഞാൻ ഈ കഴിഞ്ഞ മാസം കളക്ടർക്ക്, ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ നടപടി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പീരുമേടും PSPക്കും ഒരു പരാതി ഞാൻ കൊടുത്തായിരുന്നു കഴിഞ്ഞ മാസം. പിന്നെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവർ കഴിഞ്ഞ മിനിങ്ങാന്ന് എന്നെ വിളിച്ചിട്ട് അവിടെ കൊണ്ട് വിളിച്ചപ്പോൾ ഇവരെ വിളിച്ചപ്പോൾ ഇവർ വന്നില്ല. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കോടതിയിൽ വിധിയായതല്ലേ, അതുകൊണ്ട് നിങ്ങൾ വേല ചെയ്തോ, കുഴപ്പമില്ല, ഞങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞോളാം. അത് കഴിഞ്ഞ് ഇന്നലെ മുതൽ വേല ചെയ്തപ്പോൾ ഇന്നലെ മുതൽ ഒരു വാച്ചറും സ്റ്റാഫുകളും ഇട്ട് മനഃപൂർവ്വമായിട്ട് എന്നെ ഉപദ്രവിക്കുകയാണ്. ഇതാണ് അവർ കോടതിയിൽ ഹാജരാക്കിയ പേപ്പർ. അവർക്ക് കിട്ടിയ സ്ഥലമാണെന്ന് പറഞ്ഞു. ഈ പേപ്പറിൽ പോസ്റ്റ് കമ്പനിയെന്നോ അല്ലത് ജേക്കബ് മേനേജറെന്നോ അവർക്ക് ഈ സ്ഥലം ലേലം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് യാതൊരു ഈ കരടച്ച പേപ്പറിൽ ആ സർവ്വ നമ്പറും ഇല്ല, തണ്ടപ്പേരും ഇല്ല. ചുമ്മാ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രസാദ് എന്ന് പറയുന്നവനല്ല, അവന് ലോകക്കള്ളനാണ്. അവനിവിടെ എല്ലാവരോടും അധികാരികളോടും പണവും കാശും കൊടുത്ത് ഓരോ പേപ്പർ എഴുതി മേടിക്കാനും പാവപ്പെട്ടവങ്ങളെ ശല്യം ചെയ്താണ്ടാണ് ആ പ്രസാദ് നടക്കുന്നത്. പ്രസാദിൻ്റെ പേരിൽ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ 3-4 പരാതി ഞാൻ കൊടുത്തു. ആ പരാതിയിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ഹൈക്കോടതിയിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഈ അധികാരികളെ വിളിച്ച് വരുത്തി നല്ല ഒരു തീരുമാനം എടുത്ത് തരണമെന്ന് പറഞ്ഞ് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായി താൻ പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് ജോലികൾ ചെയ്യാൻ സമ്മതിക്കാതെ ഗുണ്ടായുസത്തിലൂടെ തന്നെ മർദ്ദിക്കുക വരെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നും പരമശിവൻ പറയുന്നു. ഇതിനെതിരെ ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർക്കും പോലീസിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടുമില്ല. RBT കമ്പനിയുടെ ഉടമയുടെ പക്കൽ നിന്നും നേരിട്ട് സ്ഥലം എഴുതി വാങ്ങിയ ആളുകളാണ് താൻ ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തോട്ടം നടത്തി വരികയെന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റിന് എത്ര ഏക്കർ സ്ഥലം ഉണ്ട് എന്നുള്ളതും ഇതിൽ രേഖയുണ്ടോ എന്നും അധികൃതർ പരിശോധിച്ച് തങ്ങളുടെ സ്ഥലത്ത് ജോലികൾ ചെയ്യാനുള്ള സംരക്ഷണം നൽകണമെന്നും പരമശിവൻ ആവശ്യപ്പെടുകയും ചെയ്തു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് പണി പൂർത്തിയാക്കാനാവാതെ പ്രതിസന്ധിയിൽ വിധവയായ സ്ത്രീ. വണ്ടിപ്പെരിയാർ സത്രത്തിലെ വിജയമ്മ എന്ന 56 വയസ്സുകാരിയാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഭവന നിർമ്മാണത്തിന് ലഭിച്ച തുക അതീവ ചിലവ് വന്നതോടെയാണ് നിർമ്മാണം പൂർത്തീകരിക്കുവാനാവാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് നിവാസിയായിരുന്ന വിജയമ്മയ്ക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു വണ്ടിപ്പെരിയാർ സത്രത്തിൽ 3 സെന്റ് സ്ഥലം ലഭിക്കുന്നത്. ഇതിനുശേഷമാണ് പിന്നീട് ഭവന നിർമ്മാണത്തിനായി ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ അനുവദിക്കുന്നത്. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതടക്കമുള്ള അധിക ചെലവ് വന്നതിനാൽ ഭവന നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. വിധവയായ തനിക്ക് മറ്റ് മാർഗമില്ലാത്തതിനാൽ കയറിക്കിടക്കുവാൻ കെട്ടുറപ്പുള്ള ഒരു ഭവനം പൂർത്തീകരിക്കുന്നതിന് സുമനസ്സുകൾ സഹായിക്കണമെന്ന് വിജയമ്മ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ആരും ഇല്ലാത്ത എനിക്ക് ആരെങ്കിലും ഒരു സഹായിക്കാൻ നിവൃത്തിയുള്ള ആരെങ്കിലും സഹായിക്കണം. ഇത് പരിപാടി 4 ലക്ഷം രൂപയ്ക്ക് കിട്ടിയത്, അതുകൊണ്ട് തികയത്തില്ല. എന്നാ ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം വേണ്ടായിരിക്കാൻ എനിക്ക് യാതൊരു നിവൃത്തിയില്ല. കാലിൻ്റെ അസുഖമാനിയുള്ള ആളാണ്. ഇത്രയുള്ളൂ നമുക്ക് പറയാം. നമ്മൾ അത്ര ആൾത്തേക്ക് ഒന്ന് വാർത്ത കിട്ടിയാൽ മതിയായിരുന്നു. പഞ്ചായത്തിന് സർക്കാർ തന്ന 3 സെന്റ് സ്ഥലമാണ്. എനിക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പെര വെക്കാൻ തുടങ്ങി. ലൈഫ് പദ്ധതി വീടാണ്. എനിക്ക് വേറെ ആരും സഹായിക്കാനില്ല. ഒരു മോളെ ഉള്ളു, സുഖമില്ലാത്തതാണ്. ആരെയും പൊന്നു മനസ്സുണ്ടോ ഒന്ന് സഹായിക്കണം. 56 വയസ്സുള്ള വിജയമ്മയുടെ ഭർത്താവിന്റെ മരണശേഷം ഏകമകളെ തിരുവനന്തപുരത്ത് വിവാഹം കഴിച്ചയച്ചു. ഇതിനുശേഷമാണ് ഭവന നിർമ്മാണത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ തുക അനുവദിക്കുന്നത്. തനിച്ചായ തനിക്ക് കയറിക്കിടക്കുന്നതിനായുള്ള ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ഇപ്പോൾ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് വിജയമ്മ. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾ തീർപ്പാക്കുന്നതിനായി തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് 13-ന് രാവിലെ 10:30 മുതൽ 1 വരെ അണ്ടർ വാല്യുവേഷൻ സെറ്റിൽമെന്റ് അദാലത്ത് നടത്തും. 1986 മുതൽ 2017 മാർച്ച് വരെ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളാണ് ഈ അദാലത്തിൽ പരിഗണിക്കുന്നത്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കരിമണ്ണൂർ വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉയർത്തുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണത്തിന് 45 ലക്ഷം രൂപ റവന്യൂ വകുപ്പ് അനുവദിച്ചു. പി.ജി. ജോസഫ് എം.എൽ.എയുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചത്. കരിമണ്ണൂർ നിവാസികളുടെ വളരെ നാളുകളായിട്ടുള്ള ആവശ്യത്തിന് പരിഹാരം കണ്ടെത്തിയ എം.എൽ.എക്കും റവന്യൂ വകുപ്പിനും കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ അഭിനന്ദനം അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പിള്ളിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജെയിംസ് നന്ദലത്ത്, ജോസ് മാത്യു, ജോൺസ് ജോർജ്, ബൈജു വറവുങ്കൽ, ടോജോ പോൾ, കെ.വി. തോമസ്, ജീസ് ആയത്തുപാടം, ടി.യു. ജോർജ്, വിൽസൺ പള്ളിക്കുന്നിൽ, ടെസി വിൽസൺ, ഷെർലി സെബാസ്റ്റ്യൻ, ജോസ്മി സോജൻ, ജോൺ ആക്കാന്തിരിയിൽ, നോബിൾ അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തുടങ്ങനാട് സെന്റ് തോമസ് എൽ.പി. സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോൺസൺ പുള്ളീറ്റിന്റെ അധ്യക്ഷതയിൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആൻസിയ CMC, ഫാദർ മൈക്കിൾ ചാത്തൻകുന്നേൽ, പഞ്ചായത്ത് മെമ്പർ റിൻസി സുനീഷ്, PTA പ്രസിഡന്റ് ജോബി തീക്കുഴിവേലിൽ, സിസ്റ്റർ ജിയോ മരിയ CMC, സിസ്റ്റർ ലിസി മരിയ CMC, റെമിൻ റോയ് കല്ലറങ്ങാട്ട് എന്നിവർ പ്രസംഗിച്ചു. മുതലക്കോടം കാഞ്ഞിരമ്പാറ ഓലിക്കര ആന്റണി പൗലോസ് തങ്കച്ചൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം 13-ന് ഉച്ചകഴിഞ്ഞ് 3-ന് മുതലക്കോടം ഫൊറോന പള്ളിയിൽ. ഭാര്യ ഫിലോമിന ആന്റണി, മക്കൾ മിനി മാത്യു, പരേതനായ റോബിൻ ആന്റണി, റോയ് ആന്റണി, മരുമക്കൾ പരേതനായ മാത്യു മത്തായി, ഷനിത റോബിൻ, സോഫിയ റോയ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉടുമ്പന്നൂർ കോലോത്ത് തടിമില്ലിൽ വൻ തീപിടുത്തം. ഏകദേശം 35 ലക്ഷം രൂപയുടെ തടിയുരുപ്പിടികൾ കത്തിനശിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന സമര വോളണ്ടിയർ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാച്ച് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിൽ കൂട്ടമായി എത്തിയ കാട്ടാനക്കൂട്ടം ഭീതി പരത്തി. പ്രദേശത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു. പല്ലാരിമംഗലം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതി ലഭിച്ച വീടുപണി പൂർത്തിയാക്കാനാവാതെ പ്രതിസന്ധിയിൽ വിധവയായ വീട്ടമ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.